നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ആ പ്രചരണ സമയത്തോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന ചില വിശകലനങ്ങളും ഈ പ്രവചനങ്ങളൊക്കെയുണ്ട്. അത് മിക്കവാറും 99% സമയങ്ങളിലും അമ്പെ പരാജയപ്പെടുകയും തെറ്റുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അത് 100% തെറ്റായിരിക്കും. എന്നാൽ കേരളത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ വല്ലാണ്ടങ്ങ് പി വി അൻവർ എന്ന വ്യക്തിയെ അങ്ങ് പുകഴ്ത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിച്ചു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു പുലബന്ധം പോലുമില്ല എന്ന് നമുക്ക് 2-3 കാര്യങ്ങൾ വിശകലനം ചെയ്താൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഒന്നാമത്, നിലമ്പൂർ പോലെ ഒരു മുസ്ലിം വോട്ടിന് വളരെയേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ഈ മുസ്ലിമായിട്ടുള്ള അൻവർ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന കുറച്ച് വോട്ടുണ്ട്. അത് എന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളത്തിൽ എത്ര പ്രഭുത്വം പറഞ്ഞാലും ശരി, എത്ര മതേതരത്വം പറഞ്ഞാലും ശരി, അങ്ങനെ സ്ഥാനാർത്ഥിയുടെ മതവും ജാതിയും നോക്കി തന്നെ വോട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത്തരം കുറച്ച് വോട്ടുകൾ സ്വാഭാവികമായിട്ടും ഈ പി വി അൻവറിന് കിട്ടും. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്നത്, ഈ പി വി അൻവർ ആരാണ്? 2 തവണ ഈ കേരളത്തിൻ്റെ MLA ആയിട്ടിരുന്ന വ്യക്തിയാണ് പി വി അൻവർ എന്ന് ഓർക്കുക. 10 വർഷം തികച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാലും 9 വർഷത്തോളം അദ്ദേഹം ഇതിൻ്റെ MLA ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടും അല്ലാതെയുമൊക്കെ ചെയ്തു കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം കൂട്ടർക്കെങ്കിലും അദ്ദേഹം ചെയ്തു കൊടുത്തിരിക്കുന്ന ആ സേവനങ്ങൾ, ആ പ്രത്യേക സേവനങ്ങൾ, അതിൻ്റെ നന്ദി സൂചകമായിട്ട് കുറച്ച് വോട്ട് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ 2 ടേമായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടിരിക്കുന്ന എണ്ണമറ്റ ആളുകൾ, നമുക്കറിയാം ഒരു MLAക്ക് തന്നെ കാണും, മന്ത്രിമാരുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട, MLAമാർക്കും കാണും. അപ്പോൾ അതുവഴി കിട്ടുന്ന വോട്ടും മറ്റുമൊക്കെ ഉണ്ട്. ഈ ചുരുക്കത്തിൽ അദ്ദേഹം MLA ആയിരുന്ന ആ 2 തവണത്തെ കാലയളവിൽ അദ്ദേഹം കുറഞ്ഞ പക്ഷം ആ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടാവുന്ന കുറച്ച് വോട്ടുകൾ, അല്ലെങ്കിൽ അദ്ദേഹം പ്രത്യേക പരിഗണനയോടുകൂടി കണ്ട കാര്യങ്ങളിൽ അവിടെ നിന്ന് കിട്ടുന്ന വോട്ടുകൾ, ഇങ്ങനെ ഈ 2 കാര്യങ്ങളോട് കഴിഞ്ഞാൽ ഇനി മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് ആയതുകൊണ്ട് മാത്രം ചില തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ ഷൗക്കത്തിന് വോട്ട് കൊടുക്കാത്തതുണ്ട്. അതിൻ്റെ കാരണം, ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം ഒരു മുസ്ലിം ആണെങ്കിലും അദ്ദേഹം പൊതുവേദിയിൽ പോലും പലപ്പോഴും മാധ്യമങ്ങളോടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത്തരം വീഡിയോകളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ പിതാവിനെയൊക്കെ മറ്റും എവിടെയാണ് കിടക്കുന്നത് എന്ന് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഹൈന്ദവ ശ്മശാനത്തിലായിരിക്കും എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈന്ദവതയാണ്, അല്ലെങ്കിൽ എൻ്റെ പൂർവികർ ഹിന്ദുക്കളായിരുന്നു, അവിടെ നിന്ന് മാറി വന്നവരാണ്, എൻ്റെ ഉള്ളിലും ആ സംസ്കാരമുണ്ട് എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഏതാണ്ട് അതേ പാത തന്നെ പിന്തുടരുന്ന വ്യക്തിയാണ് ഈ ആര്യാടൻ ഷൗക്കത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നീരസം കൊണ്ട് ഷൗക്കത്തിന് വോട്ട് കൊടുക്കാൻ മടിയുള്ള ഒരു കൂട്ടർക്ക് യഥാർത്ഥത്തിൽ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥം ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ കിട്ടുന്ന വോട്ടുണ്ട്. അപ്പോൾ ഈ 3 രീതിയിലൂടെ കിട്ടുന്ന വോട്ട് 19,000-ൽ ഒതുങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ 2 തവണ MLA ആയിട്ട് നിന്ന ഒരു വ്യക്തി രാജിവെച്ചിട്ട് മത്സരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം 2ാം സ്ഥാനത്തെങ്കിലും വരേണ്ടതാണ്. ഒന്ന് ജയിക്കണം. കാരണം ഈ 2 വട്ടം MLA ആയിട്ട് നിന്നു, അയാൾ മിടുക്കനായിരുന്നുവെങ്കിൽ, അയാൾ ജനസേവനം നന്നായിട്ട് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ആളുകൾ പാർട്ടിയോ കൊടിയോ ചിഹ്നമോ നോക്കാതെ, ചിഹ്നം മാത്രം നോക്കൂ, ഒരുപക്ഷെ ചിഹ്നം നോക്കാതെ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ആ പാർട്ടിയോ അല്ലെങ്കിൽ മതമോ ഒന്നും നോക്കാതെ അദ്ദേഹത്തിനെ ജയിപ്പിച്ചേനെ. എന്നിട്ടും അദ്ദേഹത്തിന് കേവലം 19,000 വോട്ട് മാത്രമേ നേടാൻ പറ്റിയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ 19,000 വോട്ട് കാണിച്ചിട്ടാണ് നമ്മളോട് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്, ഇതാ കണ്ടോ അൻവറിൻ്റെ ശക്തി അൻവർ തെളിയിച്ചു എന്ന്. അപ്പോൾ അൻവർ വെറുതെ തെരാപ്പാര നടന്നിട്ട് വന്നിട്ട് മത്സരിക്കുകയല്ല ചെയ്തത്. 2 വട്ടം MLA ആയി കഴിഞ്ഞ് പിന്നീട് രാജിവെച്ച് മത്സരത്തെ നേരിടുകയാണ് ചെയ്യുന്നത്. അയാൾ വെറും 19,000 വോട്ടേ നേടിയുള്ളൂ എന്ന് പറയുമ്പോൾ അയാളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുകളാണ് അവിടെ വെളിവായത്. പക്ഷേ നമ്മുടെ മീഡിയകൾക്ക് മാത്രം അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.